അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. വളരെയധികം പുണ്യമുള്ള ഒരു നിസ്കാരമാണിത്. തഹജ്ജുദ് നിസ്കാരം കുറഞ്ഞത് 2 റക്അത്തുകളാണ്, കൂടിയാൽ എത്രയുമാകാം. 12 റക്അത്തുകളായി തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം റബ്ബന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ചൊല്ലുക. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് ചൊല്ലുക. ഇതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ നാഥ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യുകയും നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. മൂന്നാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം റബ്ബന അഫ്രിഗ് അലൈന സ്വബിറൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്നാണ് ചൊല്ലേണ്ടത്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിയുകയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്ക് എതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്നാണ് ഇതിനർത്ഥം. നാലാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: റബ്ബന ലാ തുആഖിദ്ന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ ശിക്ഷിക്കാതിരിക്കുകയും നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യുദ്ധാരനാണല്ലോ. അഞ്ചാം റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന റബ്ബന വലാ തുഹമ്മിൽന മാ ലാ തുഖത ലനാ ബിഹി വഗ്ഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഇതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നു ചെയ്ത തെറ്റിനും പിഴച്ചു ചെയ്ത തെറ്റിനും ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ഭാരം ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ നീ ഭാരം ചുമത്തരുതേ. ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണല്ലോ ഞങ്ങളുടെ ഉടമസ്ഥൻ. സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആറാം റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫഖ്തുബിന മഅശ്ശാഹിദീൻ എന്നാണ് ചൊല്ലേണ്ടത്. ഇതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ നാഥ, നീ ഇറക്കി തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ. ഏഴാം റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഓതേണ്ട പ്രാർത്ഥന ഇതാണ്: റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തിപ്പറയുന്നു. അതിനാൽ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ് ഇതിനർത്ഥം. എട്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫന മഅൽ അബ്റാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും സദ്വൃത്തരോടൊപ്പം ഞങ്ങളെ നീ മരണപ്പെടുത്തുകയും ചെയ്യണമേ. ഒൻപതാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുക: റബ്ബന വ ആതിന മാ വഅദ്തന അലാ റുസുലിക വലാ തുഖ്സിന യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്.
ഞങ്ങളുടെ നാഥ, നിന്റെ ദൂതന്മാർ മുഖേന വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകുകയും അന്ത്യനാളിൽ ഞങ്ങളെ അപമാനിക്കാതിരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ വാഗ്ദാനം ലംഘിക്കുകയില്ലല്ലോ. 10-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചൊല്ലേണ്ട ദുആ ഇതാണ്: റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ മതത്തിൽ ഞങ്ങൾ അതിരുവിട്ട് പ്രവർത്തിച്ചതും ഞങ്ങൾക്ക് നീ പുറത്തു തരുകയും ഞങ്ങളുടെ പാദങ്ങൾ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. 11-ഉം 12-ഉം റക്അത്തുകളിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ഓതേണ്ട ദുആ ഇതാണ്: റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലസീന സബഖൂന ബിൽ ഈമാനി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലസീന ആമനൂ റബ്ബന ഇന്നക റഊഫുൻ റഹീം. അർത്ഥം: ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്കും സത്യവിശ്വാസം കൊണ്ട് ഞങ്ങളെക്കാൾ മുൻകടന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരണമേ. സത്യവിശ്വാസികളുടെ നേരെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ പകയുണ്ടാക്കരുതേ. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ കാരുണ്യവാനും കൃപാനിധിയുമാണല്ലോ.